PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും തന്നെ നമ്മൾ PSC അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PSC സംബന്ധമായിട്ടുള്ള ഏതൊരു ന്യൂസും അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. PSC സംബന്ധമായിട്ടുള്ള ഒരു ന്യൂസ് പോലും നിങ്ങൾക്ക് മിസ്സാവാണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ LPUP ഇൻ്റർവ്യൂ, LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഗ്രൂപ്പ്, HSA ഗ്രൂപ്പ്, കേറ്റഡ് ഗ്രൂപ്പ്, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ PSC അപ്ഡേറ്റ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വൺ, കാറ്റഗറി നമ്പർ 535/2023 പ്രകാരം വിജ്ഞാപനം ചെയ്ത ആലപ്പുഴ ജില്ലയിലെ വിവിധ ജില്ലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/1/2024 അതിനു മുൻപോ യാതൊരു ബിരുദ യോഗ്യതയും നേടിയിട്ടില്ലെന്നും ഇതിന് വിപരീതമായി ബിരുദം നേടിയിട്ടുള്ളത് മറച്ചുവെച്ച് അപേക്ഷ സമർപ്പിച്ചതോ തെരഞ്ഞെടുക്കുവാൻ ഇടയായതോ തെളിഞ്ഞാൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ സ്വീകരിക്കുന്ന ഏതൊരുവിധ ശിക്ഷാ നടപടികളും വിധേയമാക്കുമെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആലപ്പുഴ LGS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പ്രൊഫൈൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി 10th പ്രിലിംസ് ഫോർത്ത് സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. 5 ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മെയ്യിൽ നടക്കാൻ പോകുന്ന മെയ് 2020 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട PSC പരീക്ഷ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 724/2024 ഡിവിഷൻ അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ. അഡ്മിഷൻ ടിക്കറ്റ് 26/4/2025 സാറ്റർഡേ ലഭിക്കുന്നതായിരിക്കും. പരീക്ഷ 10/5/2025 നടക്കുന്നതായിരിക്കും. അടുത്ത 382/2024 LD അക്കൗണ്ടൻ്റ് ആണ്. അഡ്മിഷൻ ടിക്കറ്റ് 30/4/2025 ലഭിക്കുന്നതായിരിക്കും. എക്സാം 14/5/2025 നടക്കുന്നതായിരിക്കും. അടുത്ത 743/2024 സിവിൽസ് എക്സൈസ് ഓഫീസറാണ്. ഹോൾ ടിക്കറ്റ് 3/5/2025 ഡൗൺലോഡ് ചെയ്തെടുക്കാം. പരീക്ഷ 17/5/2025 നടക്കുക. മറ്റൊന്ന് 092/2024 വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ NCA 3/5/2025 ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 17/5/2025 പരീക്ഷ നടക്കുന്നതായിരിക്കും. അടുത്ത് 587/2023 സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് മെയിൻസ് ആണ്. 7/5/2025 അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. 21/5/2025 പരീക്ഷ. മറ്റൊന്ന് 576/2024 സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ് ആണ്. 9/5/2025 ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 24/5/2025 പരീക്ഷ. മറ്റൊന്ന് 277/2024 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. 9/5/2025 അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. 24/5/2025 പരീക്ഷ. മറ്റൊന്ന് 508/2024 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ്. 9/5/2025 അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. 24/5/2025 പരീക്ഷ. മറ്റൊന്ന് 510/2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് പ്രിലിംസ്. 9/5/2025 ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 24/5/2025 പരീക്ഷ. അപ്പോൾ 9 കാറ്റഗറിയുടെ പരീക്ഷ മെയ് 2025 നടക്കും. ഡിവിഷൻ അക്കൗണ്ടൻറ്റ്, LD അക്കൗണ്ടൻറ്റ്, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ NCA, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് മെയിൻ, സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ്, റേഞ്ച് ഫോറസ്റ്റ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് ഓപ്പൺ മാർക്കറ്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ മാർക്കറ്റ്. ഇത്രയും തസ്തികയ്ക്ക് പരീക്ഷ മെയ് 2025 നടക്കുന്നതായിരിക്കും. അടുത്ത് LD ക്ലർക്ക് നിയമനം 41% മാത്രം. റാങ്ക് പട്ടിക കാലാവധി ജൂലൈയിൽ തീരും. ജൂലൈ 31 കാലാവധി അവസാനിക്കുന്ന PSC ലോവർ ഡിവിഷൻ ക്ലർക്ക് വിവിധ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചത് 41% പേർക്ക് മാത്രം. 5 മാസം മാത്രം കാലാവധി ബാക്കി നിൽക്കെ 9659 പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയത്. കഴിഞ്ഞ പട്ടികയിൽ നിന്ന് 12069 പേർക്ക് നിയമനം ലഭിച്ചത്. 2022 ഓഗസ്റ്റ് നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ 23524 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെല്ലാം അപേക്ഷിച്ച പട്ടിക ചുരുക്കിയത് മൂലം നിയമന നില 40% ആണെങ്കിലും ഉദ്യോഗാർത്ഥി പറയുന്നു. വയനാട്ടിലാണ് കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത്, 49%. ഏറ്റവും കുറവ് കാസർഗോഡ് 28% മാത്രം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ താൽക്കാലിക നിയമനം ഇഷ്ടം പോലെ തുടരുന്നതുമായി ഉദ്യോഗാർത്ഥി പരാതിപ്പെടുന്നു. പ്രായപരിധി കാരണം ഇനിയൊരു പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ പട്ടികയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വന്ന കാലയളവ് പട്ടികയിൽ നിന്ന് നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത് പരിഗണിച്ച് പട്ടികയുടെ കാലാവധി നീട്ടുകയാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പട്ടികയിലുള്ളവരും ആകെ നിയമന ശതമാനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പട്ടികയിലായിട്ട്.
ഇനി അടുത്തത് അഭിമുഖമാണ്. കാസർഗോഡ് വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പട്ടികവർഗം NCA ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ 212/2023, 214/2023, 215/2023, 513/2023 തസ്തികയിലേക്ക് 2025 ഫെബ്രുവരി 27-28 തീയതികളിൽ PSC കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 709/2023 തസ്തികയിലേക്ക് 2025 ഫെബ്രുവരി 27-28 തീയതികളിൽ PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. പാലക്കാട് ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ 215/2023 തസ്തികയിലേക്ക് 2025 ഫെബ്രുവരി 28 PSC എറണാകുളം ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. പ്രമാണ പരിശോധന. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡയറ്റ് ലെക്ചർ ഇൻ തമിഴ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ 355/2022, 356/2022 തസ്തികയിലേക്ക് 2020 ഫെബ്രുവരി 25 രാവിലെ 10:00 PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ സന്ദേശ SMS എന്നിവ നൽകിയിട്ടുണ്ട്. അടുത്തത് OMR പരീക്ഷ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രാൻസ്മാൻ മെഷീനിറ്റ് കാറ്റഗറി നമ്പർ 337/2024 തസ്തികയിലേക്ക് 2025 ഫെബ്രുവരി 27 രാവിലെ 7:15 മുതൽ 9:15 വരെ OMR പരീക്ഷ നടത്തും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രാൻസ്മാൻ ടേണിംഗ് കാറ്റഗറി നമ്പർ 196/2024 തസ്തികയിലേക്ക് 2025 ഫെബ്രുവരി 28 രാവിലെ 7:15 മുതൽ 9:15 വരെ OMR പരീക്ഷ നടത്തും. ഉദ്യോഗാർത്ഥിയുടെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പോലീസ് കോൺസ്റ്റബിൾ വിജ്ഞാപനം വർഷം തോറും, പക്ഷേ നിയമനം കൂടുന്നില്ല. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയുടെ കാലാവധി 1.5 മാസം മാത്രം ശേഷിക്കെ ഇതുവരെ നടന്ന 30% നിയമന ശുപാർശ മാത്രം. 7 ബറ്റാലിയനുകളെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ 6647 പേരെയാണ് PSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 14 കാലാവധി അവസാനിക്കാനിരിക്കെ 2028 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. ആകെ നിയമന ശുപാർശ 170 NGO ഒഴിവുകളുമായതിനാൽ യഥാർത്ഥ നിയമനം 1855 മാത്രം. ഉയർന്ന കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ച് ഇത്തവണയും ലിസ്റ്റിൽ PSC ആളെ കുറച്ചപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേർക്കും നിയമനം ലഭിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചത്. പുതിയ ഒഴിവുകൾ വരുന്നതേയില്ല. ജോലി ഭാരത്തിനനുസരിച്ച് പോലീസ് സേവനയിൽ അംഗബലമില്ലെന്ന് പരാതി ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി. പുതിയ തസ്തിക അനുവദിക്കണം ചൂണ്ടിക്കാട്ടി നിയമങ്ങൾ, നിർദ്ദേശം, ശുപാർശ സർക്കാരിന് മുൻപിലുണ്ടെങ്കിലും സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല. SI കായികക്ഷമത പരീക്ഷ പകുതിയിലേറെ പേരും പുറത്ത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികയിലേക്കുള്ള കായികക്ഷമ പരീക്ഷയിൽ പകുതിയിലധികം പേരെ പുറത്താക്കി. ഓപ്പൺ മെറിറ്റ് മിനിസ്ട്രിയൽ കോൺസ്റ്റബിൾ വിഭാഗങ്ങളിൽ 618 പേരെയാണ് മെയിൻ പരീക്ഷയ്ക്ക് ശേഷം കായികക്ഷമ പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ 269 പേർ മാത്രമാണ് പരീക്ഷ വിജയിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്ത 65 ഒഴിവുകൾ. കോൺസ്റ്റബിൾ 65 ഒഴിവുകളുടെ പോലീസ് വകുപ്പിൽ PSC റിപ്പോർട്ട് ചെയ്ത് 53, പുതിയ ഒഴിവുകൾ 12 NGO ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. KSSലേക്ക് 28 ഒഴിവ് കൂടി ആകെ 31 ഇനി പരീക്ഷ തീയതിയുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ. തസ്തിക വകുപ്പ് പരീക്ഷ ക്രമത്തിൽ. പിന്നെ ഇൻ്റർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഓഫീസ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് 27-28 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസ വകുപ്പ് കൊല്ലം 60 വീതവും, ഫെബ്രുവരി 27-28 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസ വകുപ്പ് പത്തനംതിട്ട 30 വീതവും, ഫെബ്രുവരി 27-28 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസ വകുപ്പിൽ ആലപ്പുഴ 36-35 പേര്, ഫെബ്രുവരി 27-28 തീയതികളിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസ വകുപ്പിൽ കോട്ടയം 30 വീതവുമാണ്. ഇനി കൊല്ലം എറണാകുളത്ത് ഫെബ്രുവരി 27-28 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസം 30 വീതം വെച്ച്. ജില്ലാ ഓഫീസ് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോടിൽ ഫെബ്രുവരി 27-28 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസം 30 വീതം. ജില്ലാ ഓഫീസ് എറണാകുളം 27-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസ വകുപ്പിൽ 27-28-1-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടാർ വിദ്യാഭ്യാസ വകുപ്പിൽ പാലക്കാട് 28-2-2000 ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന 28-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തൃശ്ശൂർ. ഇനി മേഖല ഓഫീസ് കോഴിക്കോടിൽ ഫെബ്രുവരി 27-28 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം. പിന്നെ 27-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, 27-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, 27-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടർ കാസർഗോഡ് 13 പേര്, 28-2-2000 LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടർ വിദ്യാഭ്യാസ വകുപ്പിൽ കാസർഗോഡ് 24 പേര്. ഇനി അനലറ്റിക് ഉൾപ്പെടെ 5 തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ അനലറ്റിക് ഗ്രേഡ് 3 തസ്തികകൾ ഉൾപ്പെടെ 5 തസ്തികയിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചു. മറ്റു തസ്തികകൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഓഫീസ് അറ്റൻഡന്റ്, പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ, KCBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽസ് തസ്തിക മാറ്റം വഴി ഇത്രയും പോസ്റ്റുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സോഫ്റ്റ്വെയർ പുതുക്കൽ പൂർത്തിയാക്കുന്നു. 439 ഒഴിവിലേക്ക് വിജ്ഞാപനം ഉടൻ തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റിൽ 439 പുതിയ ഒഴിവിലേക്ക് വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഗുരുവായൂർ ദേവസ്ഥയിൽ 439 ഒഴിവും ഉണ്ട്. അതിനകത്ത്
വാച്ച്മാൻ 31, റൂം ബോയ് 118, സാനിറ്റേഷൻ വർക്കർ 115, പിന്നെ കൗബോയ് 30, LD ക്ലർക്ക് 23, അസിസ്റ്റൻറ്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, ശാന്തി 12, വർക്ക് സൂപ്രണ്ട് 10, വിളക്ക് ഉടയ്ക്കുന്ന 8, പ്ലംബർ 6 എന്നീ തസ്തികകളിലേക്ക് അങ്ങനെ മൊത്തം 439 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വത്തിലേക്കായിരിക്കും. പുതിയ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപിച്ചലുടൻ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 38 തസ്തികകളിലൂടെ ഉടൻ വിജ്ഞാപന റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രസിദ്ധീകരിക്കും. മൊത്തം 439 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് ചില ദേവസ്വം ബോർഡുകളിലേക്കുള്ള ഒഴിവുകളും ബോർഡിൽ വിജ്ഞാപനം തയ്യാറാക്കി മാർച്ച് പുതിയ സോഫ്റ്റ്വെയറിലൂടെ ഇതിനുള്ള അപേക്ഷ ക്ഷണിക്കും. 800 മുതൽ 1000 പേർക്ക് വരെ ഒരേ സമയം പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനാകും. നിലവിൽ സോഫ്റ്റ്വെയറിൽ 500 പേരാണ് കൂടുതൽ അപേക്ഷകർ ഉൾക്കൊള്ളുന്ന കാര്യം ചെയ്യാൻ പുതിയ സംവിധാനത്തിൽ കഴിയും. ഇത്തവണ രജിസ്ട്രേഷൻ ചെയ്തത് 5.6 ലക്ഷം പേർ. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവരുടെ എണ്ണം 5 ലക്ഷത്തോളമായിട്ട് ഫെബ്രുവരി 20 വരെയുള്ള കണക്കാണ് കേട്ടോ. നിലവിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും രജിസ്ട്രേഷനും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും. അതിന് ഉദ്യോഗസ്ഥർ വീണ്ടും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല. അവർക്ക് പുതിയ സോഫ്റ്റ്വെയറും ഇവിടെ തന്നെ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രാഥമിക പരീക്ഷ മെയ് 24 തുടങ്ങും. 4.62 ലക്ഷം പേർ അപേക്ഷകർ. മാർച്ച് 11 ഉറപ്പ് നൽകണം. SA ഉൾപ്പെടെ 12 തസ്തികയിലേക്ക് പൊതുപരീക്ഷ ഉണ്ടായിരിക്കും. കാറ്റഗറി നമ്പറും അപേക്ഷകരുടെ എണ്ണം തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 051/2020 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, 510/2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഓപ്പൺ മാർക്കറ്റ് 511/2020 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, മെറിറ്റേറിയൻ 512/2024 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പിന്നെ 508 സബ് ഇൻസ്പെക്ടർ ഓഫ് ആഡം പോലീസാണ്, 509 സബ് ഇൻസ്പെക്ടർ ഓഫ് ആഡം പോലീസാണ്, 443/2024 എക്സൈസ് ഇൻസ്പെക്ടർ, 444 എക്സൈസ് ഇൻസ്പെക്ടറാണ്, 445 എക്സൈസ് ഇൻസ്പെക്ടർ, 576 അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, 577 അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, 277 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടുള്ള നിയമനം. ഇത്രയുമാണ് കാറ്റഗറിയും തസ്തികയും അപേക്ഷകരുടെ എണ്ണം കേട്ടോ. 12 കാറ്റഗറിലായി 8.29 ലക്ഷം അപേക്ഷകരാണ് മൊത്തമായിട്ട് ഉള്ളത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മുഖ്യ പരീക്ഷ മെയ് 5 മുതൽ 8 വരെ ആയിരിക്കും നടക്കുക. ഇനി 8 തസ്തികകളിൽ പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം. വിവിധ സ്ഥാപനങ്ങളിലെ 8 തസ്തികയിൽ പബ്ലിക് എക്സ്പ്രസ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ബോർഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി അപേക്ഷിക്കാം. അവസാന തീയതി മാർച്ച് 7 വരെയാണ്. മാർച്ച് 20 വരെ നമുക്ക് ഈ പറയുന്ന എല്ലാത്തിലേക്കും അപേക്ഷിക്കാം. സീനിയർ മാനേജ്മെൻറ്റ് ഇലക്ട്രിക്കൽ, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ മാനേജ്മെൻറ്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, കമ്പനി സെക്രട്ടറി, മാനേജർ, പിന്നെ ലീഡ്സ്മാൻ, പിന്നെ ഹെൽപ്പർ, ഇത്രയും പോസ്റ്റുകളിലേക്ക് നമുക്ക് മാർച്ച് 20 വരെ അപേക്ഷിക്കാം. ഈ കൊടുത്തേക്കുന്ന വെബ്സൈറ്റ് വഴി ആകെ 15 ഒഴിവാണ് ഉള്ളത്. ഇനി തിരുവനന്തപുരം LDC ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രൊഫൈൽ പരിശോധിച്ച് നോക്കുക കേട്ടോ. ഇനി കേസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നോട്ടിഫിക്കേഷൻ 2020 മാർച്ച് 7 നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പ്രിലിംസ് എക്സാം 2025 ജൂൺ 14 2 പേപ്പറായിട്ട് എനിക്ക് ഉണ്ടായിരിക്കുക. മെയിൻസ് എക്സാം 2025 ഒക്ടോബർ 7, 8 3 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറായിരിക്കും ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ 2026 ജനുവരിയിലായിരിക്കും. റാങ്ക് ലിസ്റ്റ് 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ KSൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ കാത്തിരിക്കുന്നവർ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളാൻ. നോട്ടിഫിക്കേഷൻ മാർച്ച് 7 ഉണ്ടായിരിക്കും. എക്സാം പ്രിലിംസ് ജൂൺ 14 മെയിൻസ് ഒക്ടോബർ 7, 8 ഇൻ്റർവ്യൂ ജനുവരിയിലും റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരിയിലും ഉണ്ടായിരിക്കും. ഇനി LDC സാധ്യത ലിസ്റ്റ് വെട്ടിത്തിരുത്തൽ. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് തസ്തികയിലേക്ക് സാധ്യത ലിസ്റ്റ് വെട്ടിത്തിരുത്തൽ. ആദ്യ സാധ്യത ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാസർഗോഡ് ജില്ലയിലെ മുൻ ലിസ്റ്റിൽ അപേക്ഷിച്ച 350 പേരെ കുറച്ച് മെയിൻ ലിസ്റ്റ് 344, സപ്ലിമെൻ്ററിൽ 364, ഭിന്നശേഷി ലിസ്റ്റിൽ 20 എന്നിങ്ങനെ 728 പേരാണ് പുതിയ ലിസ്റ്റിൽ. മെയിൻ ലിസ്റ്റിൽ 530, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 500, ഭിന്നശേഷി ലിസ്റ്റിൽ 48 എന്നിങ്ങനെ 1078 പേരായിരുന്നു മുൻ ലിസ്റ്റിൽ. മെയിൻ ലിസ്റ്റിൽ മാത്രം 186 പേരെ കുറച്ചു. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 136, ഭിന്നശേഷി ലിസ്റ്റ് 28 പേരെ കുറച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് ഇത്തവണ ഉയർത്തിയിട്ടുണ്ട്. മുൻ ലിസ്റ്റിൽ 51.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. പുതിയ ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് 59.33. മറ്റു ജില്ലകളിൽ സാധ്യത ലിസ്റ്റും ഉദ്യോഗാർത്ഥികളെ വലിയ തോതിൽ കുറയ്ക്കുമെന്ന് സൂചനയുണ്ട്. സാധ്യത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിലവിലുള്ള LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത് ജൂലൈ 30. പുതിയ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. കാസർഗോഡ് ജില്ലയിൽ മുൻ ലിസ്റ്റിനേക്കാൾ 350 പേരുടെ കുറവ് ഉണ്ട്. ഇനി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് തീരാൻ 1.5 മാസം. നിയമനം ഇതുവരെ 6% മാത്രമേ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നടന്നിട്ടുള്ളൂ. ബാക്കി നിയമനങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് PSC അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.